ലൂക്കായുടെ സുവിശേഷം 21-ാം അധ്യായം 4-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: എന്തെന്നാൽ അവരെല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് സംഭാവന ചെയ്തു, ഇവളാകട്ടെ തൻ്റെ ദാരിദ്ര്യത്തിൽ നിന്ന് ഉപജീവനത്തിനുള്ള വക മുഴുവനും നിക്ഷേപിച്ചിരിക്കുന്നു. വിധവയുടെ കാണിക്കയെക്കുറിച്ചാണ് ഈശോ പറയുന്നത്. വിധവയുടെ കാണിക്കയുടെ പ്രത്യേകത അവൾ മുഴുവനായും കൊടുത്തു എന്നുള്ളതാണ്. നമ്മളുടെ ജീവിതത്തിൽ ദൈവത്തിന് നമ്മൾ എന്തെങ്കിലും സമർപ്പിക്കുമ്പോൾ മുഴുവനായും നമ്മൾ സമർപ്പിക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തിന് പാതി വെന്തത് ആവശ്യമില്ല. പാതിയായ സമർപ്പണം അവിടത്തേക്ക് സ്വീകാര്യമല്ല. 99 ഉപേക്ഷിച്ച് 100-ാമത്തെ ആടിനെ തേടിപ്പോകുന്നവനാണ് അവിടുന്ന്. പൂർണ്ണതയ്ക്ക് വേണ്ടിയാണ് അവിടുന്ന് എപ്പോഴും ആഗ്രഹിക്കുന്നത്. അവിടുന്ന് പരിപൂർണനായിരിക്കുന്നത് പോലെ നമ്മളും പരിപൂർണരായിരിക്കണം. നമ്മളുടെ സമർപ്പണത്തിൽ പരിപൂർണത കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കണം. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും പരിപൂർണമായ സമർപ്പണത്തിൻ്റെ അരൂപി കൊണ്ട് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.